ഗുഡ് ഈവനിങ് ഓൾ. സംസ്കൃതിയുടെ UGC നെറ്റ് എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂണിറ്റ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈവ് ക്ലാസ്സാണിത്. സോ പൂർണ്ണമായും മനസ്സിലാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ ആൻഡ് റീസണിംഗ് ആണ്. അസേർഷൻ: inclusive growth is a must for a country like India. Reason: India is an open economy with a significant external sector. Okay, നമ്മൾ ഓപ്ഷൻസ് വായിക്കേണ്ടല്ലോ. ഓഫ് കോഴ്സ് നമുക്ക് അസേർഷനും റീസണും പോലെയുള്ള ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ ആയിരിക്കും. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ ഓപ്ഷൻസിലേക്ക് പോകുന്നില്ല. അപ്പൊ അസേർഷൻ എന്താ പറയുന്നത്? എ, ഇന്ത്യയെ പോലുള്ള ഒരു കൺട്രിക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് മസ്റ്റ് ആണ് എന്നാണ് അസേർഷൻ പറയുന്നത്. ദെൻ റീസൺ എന്താണ് അതിന്റെ? ഇന്ത്യ ഈസ് ആൻ ഓപ്പൺ എക്കോണമി വിത്ത് എ സിഗ്നിഫിക്കന്റ് എക്സ്റ്റേണൽ സെക്ടർ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എക്കോണമിയാണ്. അതൊരു സിഗ്നിഫിക്കന്റ് ഓപ്പൺ എക്കോണമി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ എക്സ്റ്റേണൽ സെക്ടറുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത്. അപ്പം ഇത് കറക്റ്റ് ആണോ? എന്താ ഇൻക്ലൂസീവ് ഗ്രോത്ത്? എക്കോണമി ഒരു രാജ്യത്തിലെ എല്ലാ ആളുകളെയും കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന ഡെവലപ്മെന്റ് ആണ് എന്ത്, അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയെ പോലുള്ള ഒരു കൺട്രിക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് മസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇന്ത്യ ഒരു ഓപ്പൺ എക്കോണമി ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് വേണം എന്ന് പറയുന്നത്. അത് കറക്റ്റ്. ഇതിപ്പോ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ and R is the correct explanation of A. Then option B, both A and R true, R is not the correct explanation of A. A is true and R is false. Then A is false and R is true. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, both A and R are true and R is not correct explanation of A. കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം എന്താ? ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇന്ത്യ പോലൊരു രാജ്യത്തിന് എന്തായാലും മസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എക്കോണമിയാണ്. അപ്പം അസേർഷനും റീസണും ഇവിടെ കറക്റ്റ് ആണ്. പക്ഷേ ഇന്ത്യക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് വേണമെന്ന് പറയുന്നതിന്റെ റീസൺ ഇന്ത്യൻ ഓപ്പൺ എക്കോണമി ആയതുകൊണ്ടല്ല. അപ്പം അസേർഷനും റീസണും ഇവിടെ കറക്റ്റ് ആണ്. പക്ഷെ റീസൺ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, അല്ലെങ്കിൽ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ത് ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ is ഓപ്ഷൻ ബി. ഐഡന്റിഫൈ ദ മെത്തേഡ് നോട്ട് ബീയിങ് യൂസ്ഡ് ഫോർ അൺഎംപ്ലോയ്മെന്റ് എസ്റ്റിമേഷൻസ് ബൈ ദ NSSO ഓഫ് ഇന്ത്യ. എന്താ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അത് അൺഎംപ്ലോയ്മെന്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാത്ത മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ കറന്റ് മന്ത്ലി സ്റ്റാറ്റസ്, ഓപ്ഷൻ ബി കറന്റ് ഡെയിലി സ്റ്റാറ്റസ്, ഓപ്ഷൻ സി കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ്, and then ഓപ്ഷൻ ഡി യൂഷ്വൽ പ്രിൻസിപ്പൽ ആൻഡ് സബ്സിഡിയറി സ്റ്റാറ്റസ്. NSSO അവരുടെ അൺഎംപ്ലോയ്മെന്റ് എസ്റ്റിമേഷന് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ എസ്റ്റിമേഷനിൽ ഉൾപ്പെടാത്ത മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ കറന്റ് മന്ത്ലി സ്റ്റാറ്റസ്. ഓപ്ഷൻ എ കറന്റ് മന്ത്ലി സ്റ്റാറ്റസ് ആണ് നമ്മുടെ എന്ത് ചെയ്യുക അൺഎംപ്ലോയ്മെന്റ് എസ്റ്റിമേഷന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത് എസ്റ്റിമേഷൻ ചെയ്യാൻ ഉപയോഗിക്കാത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറന്റ് മന്ത്ലി സ്റ്റാറ്റസ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ 3. Which of the following are the 3 states which secured the highest percentage state-wise share of tax revenue among states as per recommendations of the 14th Finance Commission? Okay, 14th Finance Commission റെക്കമെൻഡേഷൻ പ്രകാരം ഇതിൽ കുറച്ച് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഹയസ്റ്റ് ടാക്സ് റവന്യൂ കിട്ടുന്ന സ്റ്റേറ്റുകൾ ഏതാണെന്നുള്ളതാണ്. എ ഉത്തർപ്രദേശ്, ബി ബീഹാർ, സി മധ്യപ്രദേശ്, ഡി ആന്ധ്രാപ്രദേശ്. അപ്പം ഈ 4 സ്റ്റേറ്റ് വൈസ് ടാക്സ് റവന്യൂ ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ ആരാണ് കൊടുക്കുന്നത്? സ്റ്റേറ്റ് അല്ലെങ്കിൽ മീൻസ് ടാക്സ് റവന്യൂ ഏറ്റവും കൂടുതൽ അതിന്റെ ഷെയർ ആർക്കാണ് വരുന്നത്? ഓക്കെ,
അത് ഏത് സംസ്ഥാനങ്ങൾക്കൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 1951 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ 14th ഫിനാൻസ് കമ്മീഷനാണ് YV റെഡ്ഡിയുടെ ചെയർമാൻഷിപ്പിൽ 2015-20 കാലയളവിലാണ് നമ്മുടെ 14th ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഇന്ത്യയിലെ ഷെയർ ഓഫ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് UP ആണ്. ദാറ്റ് മീൻസ് ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ വരുന്നത്. ദാറ്റ് ഈസ് 17.95%. You should note this points. ഓക്കെ, UP എന്നാണ് ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ വരുന്നത്, 17.95%. Then Bihar 9.66%. Then Madhya Pradesh 7.54%. Then West Bengal, അതിനുശേഷം കർണാടക, ഒറീസ, ദെൻ ആന്ധ്രാപ്രദേശ്. പിന്നെ താഴോട്ടേക്ക് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 4 സംസ്ഥാനങ്ങളാണ്: ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് ആൻഡ് ആന്ധ്രാപ്രദേശ്. അപ്പൊ ഓഫ് കോഴ്സ് നമ്മളിപ്പോ പറഞ്ഞതിൽ ആദ്യത്തെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് മധ്യപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ റവന്യൂ ഷെയർ എന്ന് പറയുന്നത്, ടാക്സ് റവന്യൂ ഷെയർ എന്ന് പറയുന്നത് 4.3 ആണ്, 4.3% ആണ്. സോ ആദ്യത്തെ ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശും ബീഹാറും മധ്യപ്രദേശുമാണ്. അപ്പൊ ഇവിടെ ABC ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ദാറ്റ് ഈസ് A, B and C ഓൺലി. ഓക്കെ, കിട്ടിയോ ആ പോയിന്റ്സ് ഒക്കെ? Which of the following is not correctly matched for Union Budget 2018-19 announced on 1st February 2018? Okay, 2018-19 ബഡ്ജറ്റില് അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ്, ആ സമയത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആട്ടാം. ഓക്കെ, അപ്പൊ ബഡ്ജറ്റില്, യൂണിയൻ ബഡ്ജറ്റില് ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ആ യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.5%, റവന്യൂ ഡെഫിസിറ്റ് 2.2%, പ്രൈമറി ഡെഫിസിറ്റ് 1.2% ആൻഡ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് 0.3%. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് അല്ലാത്തത് ആ സമയത്ത് തന്നെ നമ്മൾ ഓഫ് കോഴ്സ് നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് മീൻസ് ഇതിന് മാച്ച് അല്ലാത്തത്, അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റിൽ മാച്ച് അല്ലാത്തത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ A ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം, അന്നത്തെ യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം 3.3% ആണ് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ മാത്രമേ ഒരു മിസ്റ്റേക്ക് ഉള്ളൂ. അപ്പൊ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് എടുത്തു നോക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് 2023-24 യൂണിയൻ ബഡ്ജറ്റ് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇക്കണോമിക് റിപ്പോർട്ട്സ് ഒക്കെ എടുത്തൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, എന്നാലും നമുക്ക് അതിന്റെ കറക്റ്റ് എത്ര നമുക്ക് ഇനി വെക്കണം അല്ലെങ്കിൽ എത്ര ഡെഫിസിറ്റ് വേണം അത് ബഡ്ജറ്റിലായിരിക്കും ഉണ്ടാവുക, എസ്റ്റിമേഷൻസ് വരിക. ശരിക്കും ആക്ച്വലി നടന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A ആണ്. Then 5th question, arrange the following events in the Indian economy in chronological order. കുറച്ച് ഇവന്റ്സ് തന്നിട്ടുണ്ട്, ഇന്ത്യൻ എക്കോണമിയിൽ നടന്നിട്ടുള്ള ഒരു ഇവന്റ്സ് ആണ്. അതിൽ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. A, first phase of nationalization of 14 banks. B, establishment of Narasimham Committee 1 ആണ്, Narasimham Committee 1 on banking system. Then C, enactment of FEMA Act, that is Foreign Exchange Management Act. Then D, establishment of Exim Banks of India. അപ്പൊ ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യാനാണ്. ആദ്യം ഏത് സംഭവിച്ചു, പിന്നെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഒന്ന് നാഷണലൈസേഷൻ ഓഫ്, ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്, രണ്ടാമത്തത് നരസിംഹം കമ്മിറ്റി ഫസ്റ്റ്, മൂന്നാമത്തത് ഫെമ ആക്ട്, നാലാമത്തത് എക്സിം ബാങ്ക്. ഇതിനൊന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ ആക്കാൻ പറ്റും നോക്കാം.
Okay. First phase of nationalization of 14 banks. എന്താ 14 ബാങ്ക്സിനെ നാഷണലൈസേഷൻ ചെയ്തതാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതെന്നായിരുന്നു? 1969 ജൂലൈയിലായിരുന്നു നടന്നിട്ടുള്ളത്. ഓക്കെ. ദെൻ നരസിംഹം കമ്മിറ്റി 1 ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള നരസിംഹം കമ്മിറ്റി 1 ഏത് വർഷ? 1999. ഓക്കെ. ദെൻ എനാക്ട്മെന്റ് ഓഫ് ഫെമ ആക്ട്. ഫെമ ആക്ടിന്റെ അല്ലെങ്കിൽ ഫെമ ആക്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് 2000-ലാണ്. ഓക്കെ. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നായിരുന്നു? 1982. ഓക്കെ. അപ്പൊ ഇയർ കിട്ടിയല്ലോ. 14 ബാങ്ക്സ് എന്ന് പറയുന്ന നാഷണലൈസേഷൻ ഓഫ് 14 ബാങ്ക്സ് 1969, നരസിംഹം കമ്മിറ്റി ഫസ്റ്റ് എന്ന് പറയുന്നത് 1999, ദെൻ ഫെമ ആക്ട് 2000 ജൂൺ 1-നാണ്, ദെൻ എക്സിം ബാങ്ക് 1982. ഓക്കെ. ഇനി നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാം. ആദ്യം വന്നത് ഏതാണ്? നമ്മുടെ നാഷണലൈസേഷൻ ഓഫ് 14 ബാങ്ക്സ്, ദാറ്റ് ഈസ് എ ആണ്. അപ്പൊ എ വരുന്നത് ഏതാ? എല്ലാത്തിലും എ വരുന്നുണ്ട്. രണ്ടാമത്തത് എക്സിം ബാങ്ക് ആണ്, 1982. അപ്പം എ ഡി വരുന്നത്, പിന്നെ ബിയും ഡിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി എയും സിയും നമുക്ക് ഒഴിവാക്കാം. ദെൻ മൂന്നാമത് വരുന്നത് നമ്മുടെ നരസിംഹം കമ്മിറ്റി 1 ആണ്. ഓക്കെ. അപ്പം എ ഡി ബി. ഓക്കെ. ദെൻ ലാസ്റ്റ് വരുന്നത് എനാക്ട്മെന്റ് ഓഫ് ഫെമ ആക്ട്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which amongst the following pairs is not correctly matched? ഇവിടെ കുറച്ച് പെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പെയേഴ്സ് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത് ഏതാ? ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയാ, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ കൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ ഓരോ ഇൻഡെക്സസ് ആണ് കൊടുത്തേക്കണം, കൺസെപ്റ്റും ഓർഗനൈസേഷനും. അത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓപ്ഷൻ എ ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതിന്റെ ഓർഗനൈസേഷൻ UNDP. ഓപ്ഷൻ ബി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വേൾഡ് ബാങ്ക്. ഓപ്ഷൻ സി ഇൻക്ലൂഷൻ ഇൻഡെക്സ്, വേൾഡ് എക്കണോമിക് ഫോറം. ദെൻ ഓപ്ഷൻ ഡി വേൾഡ് ഹങ്കർ ഇൻഡെക്സ്, യുണൈറ്റഡ് നേഷൻസ്. ഇത് വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും ഏതായിരിക്കും ആൻസർ. മീൻസ് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ ഡി വേൾഡ് ഹങ്കർ ഇൻഡെക്സ്, യുണൈറ്റഡ് നേഷൻസ് കറക്റ്റ് ആണ്. അതാണ് ശരിയല്ലാത്തത്. ദാറ്റ് ഈസ് വേൾഡ് ഹങ്കർ ഇൻഡെക്സ് യുണൈറ്റഡ് നേഷൻസ് അല്ല, അല്ലെങ്കിൽ അതിന്റെ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് അല്ല. നമ്മുടെ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ കൺസേൺ വേൾഡ് വൈഡ് ആൻഡ് വെൽത്ത് ഹങ്കർ ഹൈൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓർഗനൈസേഷൻ കൂടിയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സോ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ. The next question. In 2016-17, the centrally sponsored scheme, that is CSS, were restructured by the government of India. Select the correct statement related to the restructuring using the codes given below. 2016-17 ഇന്ത്യയിലെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് റീസ്ട്രക്ചർ ചെയ്തു. ഓക്കെ. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ റീസ്ട്രക്ചറിങ്ങുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. എ, the decision of the restructuring was taken by the governing council of the Niti Aayog. B, this will avoid overlapping of expenditure and provide visibility and impact to the CSSs. Then the centrally sponsored schemes have been classified into the flagship and extra flagship categories. Then option D, the existing number of CSSs is 37.
ഇതിൽ ഏതൊക്കെയായിരിക്കും കറക്റ്റ്? എന്താ CSS അല്ലെങ്കിൽ സെൻട്രലി സ്പോൺസർഡ് സ്കീംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടഡ് ഫുള്ളി ഓർ പാർഷ്യലി ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, എന്തെങ്കിലും സ്കീംസ് ഉണ്ടെങ്കിൽ അത് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനത്തെയാണ് നമ്മൾ സെൻട്രലി സ്പോൺസർഡ് സ്കീംസ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയി കറക്റ്റ് ആയിട്ടുള്ളത് ഇതിലേതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ സെൻട്രലി സ്പോൺസർഡ് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2015 അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയിട്ടുള്ളത് ഗവേണിംഗ് കൗൺസിൽ ഓഫ് ദി നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലാണ് ഇതിന്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മീറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ അല്ലെങ്കിൽ ആ എ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലോ. The decision of restructuring was taken by the governing council of Niti Aayog. Okay, അപ്പൊ എ കറക്റ്റ് ആണ്. അപ്പൊ എ ഉള്ളത് നോക്കിയാൽ മതി. Then B, this will avoid overlapping of expenditure and providing visibility and impact to the CSS. ഇല്ലല്ലോ. നമുക്ക് എങ്ങനെയാ ഈ ഒരു സെൻട്രലി സ്പോൺസർഡ് സ്കീംസിൽ മോളുണ്ടാകുന്ന ഓവർലാപ്പിംഗും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന ഓവർലാപ്പിംഗും ഒക്കെ അവോയ്ഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് അത് ഒരിക്കലും നടത്തില്ല. സോറി, ഉണ്ട്, ഓവർലാപ്പിംഗ് ചെയ്യും. Then the CSS have been classified into flagship and extra flagship categories. ഒരിക്കലും ഇങ്ങനെയല്ല നമ്മൾ CSSനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. CSSനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കോർ ഓഫ് കോർ സ്കീംസും അതുപോലെ തന്നെ കോർ സ്കീംസും ഇങ്ങനെ രണ്ടെണ്ണാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് കോർ ഓഫ് കോർ സ്കീംസ് ആൻഡ് കോർ സ്കീംസ്, ഇങ്ങനെ രണ്ടെണ്ണാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഫ്ലാഗ്ഷിപ്പ് ആൻഡ് എക്സ്ട്രാ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറീസ് ആയിട്ടല്ല. അപ്പൊ ഓപ്ഷൻ സി ഇസ് നോട്ട് കറക്റ്റ്. ദെൻ എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് CSS എന്ന് പറയുന്നത് കറന്റ്ലി 30 ആണ്, 30 ഇപ്പോഴത്തെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിയും ഡിയും കറക്റ്റ് അല്ല. ഓക്കെ, എയും ബിയും മാത്രമാണ് അതിലായിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദ ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the context of twin balance sheet problem in India, considering the following. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്രശ്നമാണ് ട്വിൻ ബാലൻസ് ഷീറ്റ്. അതുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റുമായിട്ട് വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ട്വിൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ രണ്ട് പ്രോബ്ലം ആണ് ഉണ്ടാവുക. ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുന്ന പ്രോബ്ലം ആയിരിക്കും. സോ നോക്കാം. എ, ഓവർ ലെവറേജ്ഡ് കോർപ്പറേറ്റ് ഡെറ്റ്. Then B, high non-performance assets of nationalized bank. C, high fiscal deficit. Select the correct answer from the codes given below. ഏതായിരിക്കും ട്വിൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ? ഓഫ് കോഴ്സ് അപ്പോൾ ഇവിടെ രണ്ട് പ്രശ്നമാണ് ഉണ്ടാവാം. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഡിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ബാക്കി നോക്കിയാൽ മതി. It is a situation of over leveraged companies on one hand and bad loans encumbered banks on the other. Okay, രണ്ട് പ്രശ്നമാണ് ഇവിടെ വരുന്നത്. ഓവർ ലെവറേജ്ഡ് കമ്പനീസിന്റെയും അതുപോലെ തന്നെ ബാഡ് ലോൺസ്. വാട്ട് ഈസ് ബാഡ് ലോൺസ്? നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ NPA എന്നാണ് പറയുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറയുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ എയും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എയും സ്റ്റേറ്റ്മെന്റ് ബിയും ആണ് കറക്റ്റ്. ഓക്കെ, ഓവർ ലെവറേജ്ഡ് കോർപ്പറേറ്റ് ഡെറ്റും ഹൈ നോൺ പെർഫോമൻസ് അസെറ്റ്സ് ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക്സ്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ദാറ്റ് ഈസ് എ ആൻഡ് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements are correct regarding the Finance Commission in India? ഫിനാൻസ് കമ്മീഷനോ ഇന്ത്യയിലെ ഫിനാൻസ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. എ, ഫിനാൻസ് കമ്മീഷൻ is constituted under Article 275 of the Constitution. B, the provision for grants and aid to the state is provided for under Article 280. ഒന്ന് ഫിനാൻസ് കമ്മീഷൻ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 275 ആർട്ടിക്കിൾ പ്രകാരമാണ്. ദെൻ
ഈ സ്റ്റേറ്റ്സിന് കൊടുക്കുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് ഉണ്ട്, അത് ആർട്ടിക്കിൾ 280 പ്രകാരമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഓൺലി എ, ഓപ്ഷൻ ബി ഓൺലി ബി, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നെയ്തർ എ ഓർ നോർ ബി. ഇവിടെ രണ്ടും തെറ്റാണ്. ഓക്കെ, കാരണം ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ്. ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 275 ആണ്. ഓക്കെ, നേരെ ആർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതാണ്. അപ്പൊ രണ്ടും തെറ്റായല്ലോ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നെയ്തർ എ നോർ ബി, രണ്ടും തെറ്റാണ്. ദാറ്റ് മീൻസ് ഫിനാൻസ് കമ്മീഷൻ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അണ്ടർ ദി ആർട്ടിക്കിൾ 280. Okay. Then the provision of grant in aid in the state provided under the article of 275. അങ്ങോട്ടും ഇങ്ങോട്ടും ആർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. Then 10th question. The share of agriculture in the GDP of India has declined over the years. Which of the following is not a correct reason for this? ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയിലെ അഗ്രികൾച്ചറിന് കിട്ടുന്ന GDP എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് റീസൺ അല്ലാത്തത് എന്നാണ്. ഓപ്ഷൻ എ റിലേറ്റീവ്ലി ഫാസ്റ്റർ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി. Option B, a stagnant or slow rise in the yield of agricultural commodity. Option C, educated rural youths are not opting for agriculture as an occupation. Option D, low value addition in the case of agriculture commodities. Option A എന്ന് പറയുന്നത് നമ്മുടെ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിന്റെ ഗ്രോത്ത്, ഫാസ്റ്റ് ആയിട്ടുണ്ടാവുന്ന ഗ്രോത്ത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റിയിൽ കിട്ടുന്ന ഈൽഡിൽ ഒരു സ്റ്റാഗ്നന്റ് അല്ലെങ്കിൽ ഒരു സ്ലോ റൈസ് ആണ് ഉണ്ടാവുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് യൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ യൂത്ത്സ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു ഒക്യുപ്പേഷൻ ആയിട്ട് അവർ എടുക്കുന്നില്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ ഉണ്ടല്ലോ, ഈ വാല്യൂ അഡീഷൻ ലോ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് റീസൺ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റഡ് റൂറൽ യൂത്ത്സ് ആർ നോട്ട് ഓപ്റ്റിംഗ് ഫോർ അഗ്രികൾച്ചർ ആസ് ആൻ ഒക്യുപ്പേഷൻ. അതൊരു ലോജിക്ക് ഇല്ലാത്ത സംഭവമാണ്. നമുക്ക് യൂത്ത് ആയിട്ടുള്ള ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകൾ അഗ്രികൾച്ചർ ഒക്യുപ്പേഷൻ ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് അതിന് കിട്ടുന്ന GDP കുറയുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? അതിനേക്കാളും എത്രയോ നല്ല റീസൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റിലേറ്റീവ്ലി ഫാസ്റ്റ് കൂടുതൽ നമ്മുടെ എക്കോണമി ഇപ്പൊ എന്താ നോൺ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് പോകുന്നുണ്ട്. പിന്നെ സ്ലോ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് കിട്ടുന്ന ആ ഈൽഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്താ സ്നാഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഈൽഡ് എന്ന് പറയുന്നത് പതിയെ കൂടുന്നുള്ളൂ. അത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാവാം, അല്ലെങ്കിൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പെസ്റ്റ് ആൻഡ് പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, ദെൻ ഡി എന്ന് പറയുന്നത് വാല്യൂ അഡീഷൻ. അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിന്റെ മുകളിൽ ഒരു വാല്യൂ അഡീഷൻ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിന്റെ അതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് കൂട്ടുന്നത്? ഓഫ്കോഴ്സ് നമുക്ക് അതിന്റെ മുകളിൽ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ചെല്ലുന്നത് കൊണ്ടാണ് നമുക്ക് അതിന്റെ ഡിമാൻഡ് കൂടുന്നത്, അല്ലേ? അപ്പൊ ഈ സ്പൈസസ് ആയിട്ടുള്ള സംഭവങ്ങളും ദെൻ ഇങ്ങനത്തെ കാര്യങ്ങളുടെ മുകളിലൊക്കെ വാല്യൂ അഡീഷൻ നടക്കുന്നത് കൊണ്ടാണ് എന്താണ് അതിന്റെ ഡിമാൻഡ് കൂടുന്നതും എക്സ്പോർട്ടൊക്കെ കൂടുന്നതും. അപ്പം ഇന്ത്യയിൽ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിന്റെ മുകളിൽ വാല്യൂ അഡീഷൻ കുറവാണ്. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം ഈ റൂറൽ യൂത്ത്സ് ആർ നോട്ട് ഓപ്റ്റിംഗ് ഫോർ അഗ്രികൾച്ചർ ആസ് ആൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് നമുക്ക് വലുതായിട്ട് അതിലേക്ക് അതിന്റെ കറക്റ്റ് റീസൺ ആക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്.